ഹൃദയഭേദകമായ ദൃശ്യങ്ങളൊക്കെ ഇതിനിടയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. കുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ പലയിടത്തു നിന്നായി കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചൂരൽമലയിലെ രക്ഷാദൗത്യം ഇപ്പോൾ അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ്. അവിടെ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടതാണ്, വലിയ ഒരു കൂനയായി മരത്തടികളൊക്കെ വന്നടിഞ്ഞിട്ടുണ്ട്. അതിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ സമീപത്തുള്ളൊരു ട്രീവാലി റിസോർട്ടിൽ 100 അതിലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി, ദുരന്തമുണ്ടായി പുലർച്ചെ 1:15 ദുരന്തമുണ്ടായി. ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുണ്ടക്കൈയിലേക്കുള്ള പാലം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ സമയമെടുക്കുന്ന ജോലികളാണ്. പക്ഷേ അവിടെ നമുക്കറിയാം, വലിയ ഒരു സന്നദ്ധ സേവകരുടെ സംഘമുണ്ട്, NDRFന്റെ സംഘമുണ്ട്. അവരൊക്കെ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ട് ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ അവിടെ നടക്കുന്നതായി തന്നെയുള്ള ദൃശ്യങ്ങൾ കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീവ ഹൃദയഭേദകമായ രംഗങ്ങൾ കൂടി അല്പസമയം മുമ്പ് നമുക്ക് കാണേണ്ടി വന്നു. കാരണം ഈ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നടക്കം കുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതായുള്ള ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈയിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ചൂരൽമലയിലേക്ക് ഒലിച്ചു വന്ന മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അവിടെ പരിക്കേറ്റ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ അവരൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം മേപ്പാടി ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റ ആളുകളുമൊക്കെയായി സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ പ്രദേശത്ത് മഴയുണ്ട്. പക്ഷേ ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ദുഷ്കരമായതാണെങ്കിൽ പോലും ആ രക്ഷാദൗത്യം വളരെ സജീവമായി ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപകടം നടന്ന് ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവിടെ നിന്നുള്ള, മുണ്ടക്കൈയിൽ നിന്നുള്ള വാർത്തകൾ അറിയാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്തായാലും നിസ്സഹായതയ്ക്ക് അല്പസമയത്തിനകം തന്നെ അറുതി വരും. കാരണം അവിടെ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിലേക്ക് ഉടൻ കടക്കുമെന്നുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാലാവസ്ഥ അതിന് തടസ്സമാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ്. നേരത്തെ T. സിദ്ദിഖുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആദ്യം തന്നെ ഒരു ഡ്രോൺ ദൃശ്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് അങ്ങോട്ട് പരിശോധനയ്ക്കായി പോകുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ്. കാരണം എത്തരത്തിലാണ് അവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിനുശേഷം ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, അവരെ, ജീവനുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയുണ്ടായ അപകടമാണ്. വളരെ ദ്രുതഗതിയിൽ ഹെലികോപ്റ്ററുകളടക്കം എത്തിക്കുന്ന സംവിധാനങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇരുട്ട് വീഴുന്നതോടുകൂടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് കടക്കുമെന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയം വളരെ രാവിലെ തന്നെ, എനിക്കൊന്ന് രാത്രി തന്നെ അദ്ദേഹം അറിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി. എല്ലാ ഫോഴ്സിനും ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത് കേരളത്തിലുള്ളതും സൗത്ത് ഇന്ത്യയിലുള്ളതും അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവില്ല, കേരളത്തിൽ നിന്നുള്ള മൂവ്മെൻറ്റ് ബുദ്ധിമുട്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള മൂവ്മെൻറ്റ് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെലികോപ്റ്റർ എയർഫോഴ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവണം. ആർമി, എയർഫോഴ്സ്, നേവി, NDRF അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെല്ലാം തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തു. വയനാട് ചുരം കയറി അല്ലല്ല, അതാ ഞാൻ പറഞ്ഞ സൗത്ത് ഇന്ത്യ മുഴുവൻ അലർട്ട് കൊടുത്തത്. കാരണം മറ്റിടത്തു നിന്നാകുമ്പോൾ ആ വിഷയമില്ലല്ലോ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാകുമ്പോൾ ആ വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേഷൻസുകൾക്ക് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ആവശ്യമാണെങ്കിൽ അവർ മൂവ് ചെയ്യാൻ പറഞ്ഞു, അവർക്ക് അലേർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്കൊന്ന് NDRFൻ്റെത് അതർ സൈഡിൽ നിന്നുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ തിരുവനന്തപുരത്ത് നിന്നുള്ള ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിക്കാണും. ആർമിയുടെ വിങ്ങും അവിടെ എത്തും. കാരണം അറിയാവില്ല, അവിടുത്തെ ചുരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, ഭൂമിശാസ്ത്രം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകൾക്കും അലേർട്ട് കൊടുത്തിരിക്കുന്നത്. എവിടെ നിന്ന് വേണേലും വരാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉണ്ടാവില്ല എന്ന് ആഗ്രഹിക്കാം. കാരണം ഇപ്പോൾ ഈ അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ലല്ലോ. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഇത് അധികം ദുരന്തം അധികം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരിച്ചവരുടെയും അതുപോലെ അതിൽ അകപ്പെട്ടവരുടെയും ദുഃഖത്തിൽ, അതുപോലെ തന്നെ അവരുടെ ആ പെയിൻ ഷെയർ ചെയ്യുന്നു. അതുപോലെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. നഷ്ടപരിഹാരം നൽകുന്ന ആലോചനയുണ്ടോ? അതിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. PMO എന്നുള്ള ആ ചീറ്റ് PM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇത് വന്നത്. ഇപ്പോൾ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഈ വിഷയം തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് MP-മാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KC വേണുഗോപാലും P സന്തോഷ് കുമാറും ഒക്കെ. അത് എനിക്കറിയില്ല. അത് സഭയിലായാലും കേന്ദ്രത്തിലുള്ള സഹായം വളരെ ശക്തമായ, കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മീഡിയ വണ്ണോട് ഇപ്പോൾ പറഞ്ഞത്.